നമസ്കാരം. ജയശങ്കറിന്റെ മറുപടിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇന്ന് വരെ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. പണ്ടത്തെ ഭാരതമല്ല ഇത്, ഇന്ന് മോദി സർക്കാരിന്റെ നല്ല അസൽ ചങ്കുറപ്പുള്ള ഭാരതമാണെന്ന് ജയശങ്കർ, നിർമ്മല സീതാരാമൻ പോലുള്ള നല്ല ഉഗ്രൻ നേതാക്കളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇന്ന് നിലവിൽ വീണ്ടും തന്റെ ചുട്ട മറുപടി കൊണ്ട് എതിരെ നിൽക്കുന്നവരെ വീണ്ടും പറപ്പിക്കുകയാണ് അദ്ദേഹം. എന്താണ് സംഭവിച്ചത് എന്നല്ലേ വിശദമാക്കി തരാം. റഷ്യ ഉക്രൈൻ തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റഷ്യയുടെ പക്കൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ദോഹ ഓപ്പൺ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു ചോദ്യം. അതെ, എനിക്ക് എണ്ണ ലഭിക്കുന്നു, വില കുറഞ്ഞതല്ല. നിങ്ങൾക്ക് ഇതിലും മികച്ച ഡീലുണ്ടോ? ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ്, ജയശങ്കർ പറയുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് യുദ്ധക്കളത്തിലൂടെയല്ല, ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണെന്ന ഇന്ത്യയുടെ നിലപാട് ജയശങ്കർ ആവർത്തിക്കുകയാണ്. യുദ്ധഭൂമിയിൽ ഒന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ലെന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾ എപ്പോഴും പുലർത്തുന്നത്. യുദ്ധം തുടരുന്നതിനേക്കാൾ നല്ലത് ചർച്ചകളാണെന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ മോസ്കോയിൽ പുതിനുമായും കീവിൽ സെലൻസ്കിയുമായും കൂടിക്കാഴ്ചകൾ നടത്തുന്നു. മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും അവരെ കണ്ടുമുട്ടാറുണ്ട്. സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സമവായത്തിലെത്താൻ ഇരു കക്ഷികളെയും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുന്നു, ജയശങ്കർ പറയുന്നു. ഖത്തർ പ്രധാനമന്ത്രി, വാണിജ്യ വ്യവസായ മന്ത്രി എന്നിവരുമായി ഡോക്ടർ എസ് ജയശങ്കർ ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വ്യവസായം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു. എന്തായാലും ഇത് കേട്ട് അന്താളിക്കുകയൊന്നും വേണ്ട. ഇത് ആദ്യ അനുഭവമൊന്നുമല്ലല്ലോ. ഇതാ 2 ദിവസം മുമ്പായിരുന്നു അദ്ദേഹം ഇതുപോലെ മറ്റൊരു പ്രതികരണം നടത്തിയത്. അതായത്, ഭീകരാക്രമണം നേരിട്ടാൽ പകച്ചു നിൽക്കുന്ന പഴയ ഇന്ത്യയല്ല എന്നുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുന്ന ശത്രുവിന്റെ പരാജയം കാണാതെ മടങ്ങാത്ത പുതിയ ഇന്ത്യയാണിതെന്നും ജയശങ്കർ പറയുന്നു. ചർച്ചകളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ തോറ്റു കൊടുക്കില്ല എന്ന പ്രതികരണമാണിത്. NDTVയിൽ ഇന്ത്യൻ ഓഫ് ദി ഇയർ അവാർഡ് 2024 അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ മറുപടി നൽകിയില്ല. ആ ഭീകരാക്രമണത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് 2016 സെപ്റ്റംബറിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്കിൽ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് നിരവധി ഭീകരവാദ ലോഞ്ച് പാഡുകൾ തകർത്ത് കളഞ്ഞു. CRPF വാഹന വ്യൂഹത്തിന് നേരെ ജയ്ഷെ ഭീകരർ നടത്തിയ ചാവേർ ബോംബാക്രമണത്തിൽ 40 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടിയായാണ് പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ വ്യോമാക്രമണം നടത്തിയത്. ഉറിയിൽ സൈനിക താവളത്തിൽ നടത്തിയ ആക്രമണത്തിന് പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ പ്രത്യേക സേനയെ വിന്യസിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മറുപടി നൽകി. അതുകൊണ്ട് തന്നെ ഇത് പുതിയ ഇന്ത്യയാണെന്ന് മറക്കരുതെന്നും ജയശങ്കർ തീർത്തു പറഞ്ഞു. ജയശങ്കറിന്റെ ഈ വാക്കുകൾ പാകിസ്ഥാനും ബംഗ്ലാദേശിനുമുള്ള മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. താജ് ഹോട്ടൽ, ഒബ്രൈ ട്രൈഡന്റ് ഹോട്ടൽ, ഛത്രപതി ശിവജി ടെർമിനൽസ്, ലിയോപോൾഡ് കഫേ, നരിമാൻ ഹൗസ്, കാമ എന്നിവയുൾപ്പെടെ മുംബൈയിലെ പ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള 10 ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ നടത്തിയ യോജിച്ച ഭീകരാക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു 26/11 ആക്രമണങ്ങൾ. 3 ദിവസത്തെ ഭീകരാക്രമണത്തിൽ 20 സുരക്ഷാ ഉദ്യോഗസ്ഥരും 26 വിദേശികളും ഉൾപ്പെടുന്ന 167 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് തീരദേശ സുരക്ഷ ഉചിതമായ സ്ഥലങ്ങളിൽ അവലോകനം ചെയ്തിട്ടുണ്ടെന്നും തീരദേശ സുരക്ഷയും ഓഫ്ഷോർ സുരക്ഷയും ഉൾപ്പെടുന്ന മൊത്തത്തിലുള്ള സമുദ്ര സുരക്ഷയുടെ ഉത്തരവാദിത്തമുള്ള അതോറിറ്റിയിൽ ഇന്ത്യൻ നാവികസേനയെ നിയമിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പുതിയ വാർത്തയും വിശകലനവുമായി വീണ്ടും എത്തുവരെ നന്ദി.